ഈ ഒരു പരുവത്തിലാക്കി എടുത്തതിന് അനീഷയുടെ മാത്രം കഴിവാണ് വില്ലേജ്. ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോക്ക് ഫാമിലിയിലേക്ക് നമസ്കാരം. സഹായിക്കണേ, എനിക്ക് എണീറ്റ് നടക്കണം. അമ്മമ്മനും അനിയത്തിനും അമ്മേനും നോക്കണം. അവർക്ക് ഞാനേ ഉള്ളൂ. ആരംഭിച്ചു. എല്ലാവരും നോമ്പിൻ്റെ കാര്യങ്ങളിലൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നല്ല പുണ്യകാലം വന്നിരിക്കുന്ന സമയത്ത് തന്നെ പുണ്യപ്രവൃത്തികളുടെ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. യൂട്യൂബിലൊരു ചാനൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, അൻഷ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അൻഷ വേൾഡിലെ അനീഷ എന്ന് പറയുന്ന ഒരു യുവതിയുടെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളെ കുറിച്ച് അവരുടെ വീഡിയോകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് കുൻറ്റും കുശുമും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അവർ നടത്തുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർക്കൊരു കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അനീഷ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ നാളത്തെ ഒരു മാതൃകയാകേണ്ട ഒരു യുവതി എന്ന് തന്നെ പറയാം. ഒരു പ്രത്യേക തരം ഒരു രോഗം വന്നിട്ടുള്ള ഒരു പയ്യൻ, സതീഷ് മോ എന്ന് പറയുന്ന ഒരു പയ്യനെ അവർ ആരും നോക്കാനില്ലാത്ത ആ ഒരു പയ്യനെ അവർ ഏറ്റെടുത്തുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അതിനെ വളരെയധികം ശുശ്രൂഷയൊക്കെ ചെയ്ത് പുതിയൊരു ജീവിതത്തിലേക്ക് അവർ തണലേക്ക് കൊടുത്തു എന്നുള്ള ഒരു സുപ്രധാനമായ ഒരു വാർത്തയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 8 വർഷം കൊണ്ട് ഞാൻ ഒരു റൂമിൽ വയ്യാതെ കിടന്നു. ആദ്യം ഒരു ബിഗ് സല്യൂട്ട് ചെയ്തുകൊണ്ട് അവരുടെ വീഡിയോ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 8 വർഷം കൊണ്ട് ഞാൻ ഒരു റൂമിൽ വയ്യാതെ കിടന്നു. ഈ പാടുകളെല്ലാം കൊതു കടിച്ചതാണ്. എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതാണ് അവനൊക്കെ ചെയ്തത്. ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലായിരുന്നു. എന്റെ മോൻ എണീച്ച് നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. എനിക്ക് എന്റെ പൊന്നു മോളെ കൈ കിട്ടിയവന്റെ പേരിൽ എന്റെ മോളെ എനിക്ക് എന്റെ കൊച്ചിനെയും തിരിച്ചെന്ന് എന്റെ മോനെ ഒരു നല്ലൊരു ജീവിതം കൊടുത്താൽ എണീച്ച് നടന്ന് ഞാൻ കണ്ട്. എനിക്കത് മതി. ഒരു അമ്മയുടെ മനസ്സ് തട്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന, അത് മാത്രം മതി സത്യം പറഞ്ഞാൽ ഈ അനീഷ എന്ന് പറയുന്ന സഹോദരി. അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ഒരുപാട് നന്മകളുണ്ടല്ലോ, ആ നന്മയുടെ ഒരു ഭാഗമായിക്കൊണ്ടാണ് ഈ സതീഷ് മോനെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അത്രയും മതി. ഏതാണ്ട് ആ വീഡിയോ ഞാൻ കാണുമ്പോഴത്തേക്ക് ഏതാണ്ട് എല്ലും തോലുമായ ഒരു അവസ്ഥയായിരുന്നു. നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അനീഷ എന്ന സഹോദരിയുടെ വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഡിസംബർ 14 തീയതിയാണ് സതീഷ് മോന്റെ അവസ്ഥ ഞാൻ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സതീഷ് മോനെ നേരിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിച്ചു. അതുവഴി നമുക്ക് ഈ സതീഷ് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി മോനെ ഇപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മുടെ സതീഷ് മോനെ, നമ്മളിപ്പോൾ ഒരു വാടകത്തൊരു വാടക വീട്ടിലാണ് സതീഷ് മോനെ നമ്മളിപ്പോൾ താമസിച്ചിരിക്കുന്നത്. അപ്പോൾ സതീഷ് മോൻ ഇനി വേണ്ടത് ഒരു അടച്ചുറപ്പുള്ളൊരു വീടാണ്. എന്തായാലും അനീഷ എന്ന സഹോദരിയുടെ ആ പ്രാർത്ഥന ദൈവം വിളി കേട്ടു, അല്ലെങ്കിൽ ദൈവം കണ്ണു തുറന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിനും സ്ഥലത്തിനുമൊക്കെ ആയിക്കൊണ്ട് എല്ലാം ശരിയാക്കാൻ വേണ്ടി ചങ്ങായിക്കൂട്ടം എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ വന്നെത്തിപ്പെട്ടു. അന്ന് കണ്ണനേക്കാളും മിടുക്കനായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ മോന്റെ കൂടെ ഉണ്ട്. ഇത്രയും ആളുകൾ എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഒരുപാട് ആളുകൾ ഇതിന്റെ മോന്റെ പിന്നിലുണ്ട് കേട്ടോ. മോന് ഇവിടെ വസ്തു ഇപ്പോൾ നമ്മൾ തരികയാണ്. അതിൻ്റെ പ്രമാണം ഇപ്പോൾ മോന് തരും. അതോടൊപ്പം തന്നെ ഈ ചങ്ങായിസ് കൂട്ടം നമ്മളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മോനൊരു കൊച്ചു വീടും കൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് തരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളൊക്കെ കേട്ടോ. എൻ്റെ മോനുള്ള വസ്തുവിൻ്റെ പ്രമാണം എൻ്റെ മാതാവ്, അമ്മ, മോനെ വൈഫും കൂടെ ചേർന്ന്, സഹോദരിയോട് ചേർന്ന് ഇപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ കൊടുക്കുകയാണ്. ഇനി നമ്മുടെ സതീഷ് മോൻ്റെ ആ വേദനാജനകമായ ഒരു സംസാരം കൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. സഹായിക്കണം. എനിക്ക് 22 വയസ്സേ ഉള്ളൂ. ഞാൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എന്നെ എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന്.
സമയത്ത് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇവനെ ജീവിതത്തിലേക്ക് ഇത്രയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വീടൊക്കെ വെച്ച് ഇവൻ അതിൽ നടന്ന് കയറുന്നത് കാണാൻ പറ്റുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല, നിങ്ങൾ ഓരോരുത്തരും ഈ മോനെ ഒന്ന് സഹായിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി, വലിയ എമൗണ്ട് ഒന്നും വേണ്ട, ചെറിയ രീതിയിലെങ്കിലും ഒരു സഹായി കുട്ടിക്ക് കൊടുക്കണം. നമ്മുടെ ഒരു സ്വന്തം മോനെ പോലെ കണ്ടുകൊണ്ട് 22 വയസ്സ് മാത്രം പ്രായമുള്ളൂ ഈ കുഞ്ഞിന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഏറ്റെടുത്ത് ഈ കുഞ്ഞിന് ഒരു വീടെന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യം. നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഈ മോൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഷുഗറിൻ്റെ ഹോസ്പിറ്റലായിരുന്നു. ഇനി ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഈ മോനെ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടിയെ പഴയതുപോലെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇതോടൊപ്പം പറ്റും. തന്നെ ഒരുപാട് സംഘടനകൾ ഇവരുടെ കൂടെ തന്നെ സതീഷ് മോനെ സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. വീഡിയോ വഴി കണ്ട ആ ഒരു വീഡിയോ കണ്ട് ഞങ്ങൾക്ക് ചങ്ങായി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഈ മോൻ്റെ അടുത്ത് എത്താനും അവനെ ഹെൽപ്പ് ചെയ്യാനും കഴിഞ്ഞു. അവന് വേണ്ട ഫുഡ് ഐറ്റംസും വീൽ ചെയറും വാക്കറും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവന് കൊടുത്തു. പിന്നെ നമ്മുടെ അനീഷ ഒരു വീഡിയോ ചെയ്തിട്ട് പുറകോട്ട് പോയതല്ല. അനീഷ ഓരോ ദിവസവും വന്ന് അവനെ നമ്മുടെ കുളനടയിലുള്ള ആശുപത്രി കൊണ്ടുപോവുകയും ഈ പരുവത്തിലാക്കി എടുത്ത് ഇപ്പോൾ സുന്ദരകുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വീഡിയോ ചെയ്തിട്ട് അവരങ്ങ് പിന്മാറി പോവുകയൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. ഒരു വീഡിയോ ചെയ്തിട്ട് അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ തൻ്റെ ശരീരം കൊണ്ട് തന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവർ വന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മറ്റുള്ളതിനൊക്കെ സഹായിച്ച് അവനൊരു നടക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്ത് ഇപ്പോൾ സുന്ദരക്കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇന്ന് വേറൊരു സന്തോഷ നിമിഷവും കൂടെ ഉണ്ടായി. അതായത് നമ്മുടെ അലക്സ് മാമ്പുഴ സാറ് മോന് ഇവിടെ പുള്ളി വേറൊരു വീട് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനടുത്ത് തന്നെ ഒരു വീട് വെക്കാനുള്ള ഒരു വസ്തു പ്രമാണമൊക്കെ ഇന്ന് കൈമാറിയിട്ടുണ്ട്. ാണ് നമ്മുടെ അലക്സ് സാറ് ഈ മോന് വീട് വെക്കാനായിട്ട് വസ്തു കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു നല്ലൊരു ഭവനം നമുക്ക് നിർമ്മിച്ചു കൊടുക്കണം. അപ്പോൾ അത് ചങ്ങായി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഏറ്റെടുക്കാൻ വളരെ മനസ്സാണ്, ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ ഒരു പദ്ധതി ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ സുമനസ്സുകളുടെ സഹായങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വീട് ഭവനം നിർമ്മിച്ച് ഇവന് നൽകാൻ കഴിയത്തുള്ളൂ. ഞങ്ങളുടെ ചങ്ങായി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കരവാളൂർ സ്വദേശിയായ മുതിരവിള വീട്ടിൽ ജോയിച്ചായൻ്റെ മകൻ ചാൾസ് ജോയ്, പുള്ളിക്കാരൻ നമുക്ക് 1 ലക്ഷം രൂപ ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട്. അയർലൻഡിലുള്ള നമ്മുടെ കോട്ടവട്ടത്ത് താമസിക്കുന്ന ബെൻസൺ PJ തോമസ് എന്ന് പറയുന്ന ചങ്ങായിസിൻ്റെ ഒരു മെമ്പർ അയർലൻഡിൽ അവരുടെ ചർച്ചിൽ ഈ മോൻ്റെ വീഡിയോ കാണിക്കുകയും ആ ചർച്ചുകാർ സഹോദരങ്ങളെല്ലാവരും കൂടി മാനുവൽ ഗോസ്പൽ മിഷൻ ചർച്ച് അയർലൻഡിൽ ആ ചർച്ചുകാർ നമ്മുടെ അവർ സ്വരൂപിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്ത് തന്നു. അത് ഇന്ത്യൻ മണിയായിട്ട് ഇവിടെ എത്തിയപ്പോൾ 23,400 രൂപ ചങ്ങായിസ് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ രോഗികളായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ തികച്ചും അർഹതപ്പെട്ട ആരെങ്കിലും ഒരാളെ കൂടെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്കൂടെ വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ്. ദൈവം അതിനുള്ള അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ മോൻ്റെ വീടിൻ്റെ പണിക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണം. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ആയാലും പലരും കൂടുമ്പോൾ അതൊരു വീടിൻ്റെ ഒരു കുടുംബത്തിന് അന്തി ഉറങ്ങാനുള്ള ഒരു ഇടവാകും. ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളാണ്. അപ്പോൾ ഇപ്പം നാണ്ടെ ഒരു വലിയ മനസ്സ് അലക്സ് സാറ് മോന് വീട് വയ്ക്കാൻ വേണ്ടി വസ്തു കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ വീട് ഇനി വെച്ച് കൊടുക്കാൻ വേണ്ടി ചങ്ങായി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കൂടെയും വില്ലേജ് മീഡിയ എന്ന ചാനലിൻ്റെ കൂടെയും ഒപ്പം നിൽക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. സാധാരണ എന്തെങ്കിലും വീഡിയോകളൊക്കെ ചെയ്ത് അവിടെ നിന്ന് തട്ടിയും മുട്ടിയും പോകുന്ന യൂട്യൂബേഴ്സും ചാനലുകാരൊക്കെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അവർ ഒരു സൽപ്രവൃത്തി നടത്തിയതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കൂടി കേൾക്കാം. നമ്മൾ കാണുന്നത് വീഡിയോ റീച്ച് ആക്കിക്കൊണ്ട് അവർ അടുത്ത വീഡിയോയുടെ പുറകെ പോവുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ അനീഷയെ സംബന്ധിച്ച് അങ്ങനല്ല. അനീഷ പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്ന് തന്നെ മോൻ്റെ അടുത്ത് ചെല്ലുകയും അവനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് തയ്യാറാവുകയും, അങ്ങനല്ലേ അമ്മേ? ആശുപത്രി കൊണ്ടുപോകാനായിട്ട് തയ്യാറാവുകയും നമ്മുടെ പന്തളത്തുള്ള കുളനട ഡയബറ്റിക് സെൻ്റർ ഉണ്ട്, അവിടെ കൊണ്ട് ഈ മോനെ കാണിച്ചപ്പോൾ ഈ ഡോക്ടർമാർ കൈ ഒഴിഞ്ഞതാണ്. അവൻ്റെ കാലൊരുമാരും വ്രണമായിട്ടിരിക്കുമായിരുന്നു, ആരോഗ്യം തീരെയില്ല, ബ്ലഡില്ല, കൗണ്ടില്ല, അങ്ങനെ ആകപ്പാട് ബുദ്ധിമുട്ടി നിന്ന് അവനെ ഡോക്ടർമാർ കൈ ഒഴിഞ്ഞ കേസാണ്. പക്ഷേ അനീഷ നിർബന്ധിച്ച് ഡോക്ടർമാരുടെ അടുത്ത് അപേക്ഷിച്ച് ഇവനെ ഇവിടെ കിടത്തി അഡ്മിറ്റ് ചെയ്തൊന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞ് അവനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തതിന്
അനീഷയുടെ മാത്രം കഴിവാണ്. വില്ലേജ് മീഡിയസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിലും ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരിലും എല്ലാവിധ ആശംസയും അർപ്പിക്കുന്നു. ഇത് മുമ്പോട്ട് ഇതേ കണക്ക് തന്നെ പോട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് ഈ സംരംഭം വിജയിപ്പിക്കാം. എല്ലാവിധ സപ്പോർട്ടും ഈ അനീഷ എന്ന സഹോദരിക്ക്, പ്രത്യേകിച്ച് ജോക്ക് ഫാമിലി എന്ന ഞങ്ങളുടെ എൻ്റെ ഈ ചാനലും വളരെയധികം സപ്പോർട്ടാണ്. ഇത്തരം നല്ല പ്രവർത്തികളുമായിട്ട് ഇനിയും അവരുടെ ഇടങ്ങളിലേക്ക് എത്തട്ടെ. അവർക്ക് ദൈവം ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും സമാധാനവും സൽപ്രവൃത്തിയും ചെയ്യാനുള്ള ആരോഗ്യം ഒക്കെ നൽകട്ടെ എന്ന് നമ്മൾ ഈ റമദാൻ മാസത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ മകന് ഇനിയും നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാനും അവൻ്റെ കുടുംബം നോക്കുവാനുള്ള ഒരു ആരോഗ്യം അവനുണ്ടാകട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.